എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ വിപിൻ. അപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ ലിനക്സ് മിൻറ്റിനകത്ത് ലേഔട്ട് ചേഞ്ച് ചെയ്യുന്നത്, അതായത് റീജിയണൽ ലാംഗ്വേജ് സെറ്റ് ചെയ്യുന്നതാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ ഇന്ന് നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിൾ ക്രോം ഇൻസ്റ്റാൾ ചെയ്യുന്നതും അതുപോലെ തന്നെ അതെങ്ങനെയാണ് നമ്മൾ നമ്മുടെ ഹോം സ്ക്രീനിലേക്ക്, അതായത് ഡെസ്ക്ടോപ്പിലേക്ക് അതിൻ്റെ ഷോർട്ട് കട്ട് ആഡ് ചെയ്യുന്നതെന്നുള്ളതാണ്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ മോസില്ല ഫയർഫോക്സ് ആണ് ഇതിനകത്ത് ഡിഫോൾട്ട് ബ്രൗസർ വരുന്നത്. അപ്പോൾ അത് ഓപ്പൺ ആക്കിയ ശേഷം അതിനകത്ത് ഡൗൺലോഡ് ഗൂഗിൾ ക്രോം എന്ന് കൊടുക്കുക. സെർച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും തന്നെ നമുക്ക് വരും ഡൗൺലോഡ് ഗൂഗിൾ ക്രോം എന്നും പറഞ്ഞിട്ട് ഗൂഗിളിൻ്റെ തന്നെ ഓതറൈസ്ഡ് സൈറ്റ്. അല്ലാതെ ഇതിപ്പോൾ നമുക്ക് ഗൂഗിൾ ക്രോം ഫോർ ലിനക്സ് മിൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് വേറെ വെബ്സൈറ്റുകളിലേക്കായിരിക്കും ലീഡ് ചെയ്യുന്നത്. അത് പാച്ച് വേർഷൻ ആയിരിക്കും കിട്ടുന്നത്. നമ്മളെപ്പോഴും ജെനുവിനായി ഇടുന്നതായിരിക്കും ഒന്നുകൂടി നല്ലത്. കാരണം പല പേയ്മെൻറ്റും അതുപോലെ തന്നെ ഗൂഗിൾ മീറ്റും ഒക്കെ നമ്മൾ ഇതുവഴിയാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ സെക്യൂർ ആയിരിക്കും ഒറിജിനൽ വെർഷൻ ഉപയോഗിക്കുമ്പോൾ. അതിൽ നമ്മൾ ഈ ഡൗൺലോഡ് ഗൂഗിൾ ക്രോം എന്നുള്ള ഗൂഗിളിൻ്റെ തന്നെ സൈറ്റ് ഓപ്പൺ ആക്കുക. അതിൽ ഫസ്റ്റിലെ തന്നെ ഒരു ടാബ് കൊടുത്തിട്ടുണ്ട്, ഡൗൺലോഡ് ക്രോം എന്ന് പറഞ്ഞ്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ചെക്ക് ബോക്സ് ഉണ്ട്, 24 ബിറ്റ് .deb എന്നും പറഞ്ഞിട്ട് ഫോർ ഡേബിയൻ ഓർ ഉബണ്ടു എന്നും പറഞ്ഞ്. അതിൽ ടിക്കില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ജസ്റ്റ് ഇതിങ്ങനെ ടിക്ക് കൊടുക്കുക. അതിൽ ഡേബിയൻ ഓർ ഉബണ്ടു എന്നുള്ളത് കൊടുക്കുക. അക്സെപ്റ്റ് ആൻഡ് ഇൻസ്റ്റാൾ കൊടുക്കുമ്പോഴത്തേക്കിനും ഇവിടെ ഒരു ഓപ്ഷൻ വരും, അതിൽ നമ്മളിത് സേവ് ചെയ്യുക. അപ്പോൾ ഞാൻ ഓൾറെഡി അത് സേവ് ചെയ്തിട്ടുണ്ട്. ഇത് സേവ് ചെയ്ത് ഓക്കെ കൊടുക്കുമ്പോൾ നമ്മുടെ ഡൗൺലോഡ്സിലേക്ക് പോകും. അതിനുശേഷം നമ്മളുടെ ഡൗൺലോഡ് ഫോൾഡർ ഓപ്പൺ ആക്കുക. ശേഷം ഡബിൾ ക്ലിക്ക് എന്നിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. കാരണം അത് വേറെ ഒരു പാക്കേജ് കൂടെ ഇൻസ്റ്റാൾ ആയതിന് ശേഷമേ ഇത് നമുക്ക് യൂസബിൾ ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇൻസ്റ്റാൾ പാക്കേജ് ഇവിടെ കൊടുക്കുക. ഒതൻറ്റിക്കേഷൻ, പാസ്വേഡ് കൊടുത്തു. ശേഷം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതിൻ്റെ ഒപ്പം തന്നെ വേറൊരു സ്റ്റേബിൾ വെർഷന് കൂടെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്, DPKG പാക്കേജ്. അത് ഇൻസ്റ്റാൾ ആയതിന് ശേഷം, അത് ഇല്ലാന്ന് വരികിൽ നമുക്ക് നേരെ മറിച്ച് ടെർമിനൽ വഴി ഇത് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ഞാൻ ടെർമിനൽ വഴി പറയാതെ ഈ ഗ്രാഫിക്കലി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഈസിയർ ആയിട്ടുള്ള മെത്തേഡാണ് ഗ്രാഫിക്കലി നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഗ്രാഫിക്കലി എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു പോകുന്നത്. ഇതിന് ഇൻസ്റ്റാളേഷൻ കുറച്ചുകൂടിയേ ഉള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് യൂസ് ചെയ്യാവുന്ന രീതിയിൽ കിട്ടും. ഓക്കെ, ഇനിയിപ്പോൾ നമുക്കിത് ഇൻസ്റ്റാൾ ആയോ എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഇത് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെനുവിൽ ഇൻ്റർനെറ്റ് എന്നും പറഞ്ഞുണ്ട്. അതിൽ നമ്മൾ ജസ്റ്റ് കൊണ്ട് മൗസ് വെക്കുമ്പോൾ തന്നെ ഇവിടെ കാണിക്കുന്നുണ്ട് ഗൂഗിൾ ക്രോം എന്ന് പറഞ്ഞിട്ട്. ഇനി ഈ ഗൂഗിൾ ക്രോം നമുക്ക് ഡെസ്ക്ടോപ്പിൽ കിട്ടാനായിട്ട് ജസ്റ്റ് അതിൽ സെലക്ട് ചെയ്ത ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ആഡ് ടു ഡെസ്ക്ടോപ്പ്. ക്ലിക്ക് ചെയ്ത ഉടനെ തന്നെ അതിൻ്റെ ഐക്കൺ നമുക്ക് ഡെസ്ക്ടോപ്പിലേക്ക് കിട്ടും. നമ്മളിവിടെ നിന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് സാധാരണ പോലെ തന്നെ ഓപ്പണാക്കി ഉപയോഗിക്കാവുന്നതാണ്. അത് നമുക്ക് ഡിഫോൾട്ട് വേണമെന്നുണ്ടെങ്കിൽ മേക്ക് ഗൂഗിൾ ക്രോം ദ ഡിഫോൾട്ട് ബ്രൗസർ എന്നുള്ള ടിക്ക് ചെയ്ത് കൊടുക്കുക. ദെൻ ഓക്കെ. അപ്പം ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയാണ് നമ്മൾ ഗൂഗിൾ ക്രോം ലിനക്സ് മിൻറ്റിലേക്ക് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഒപ്പം തന്നെ അതിൻ്റെ ബാക്കി ഫീച്ചേഴ്സും ഒക്കെ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഓപ്ഷനുകളെല്ലാം തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ, ടേക്ക് കെയർ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ മറ്റൊരാൾക്ക് ഉപകാരപ്പെടുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ പുതിയതായിട്ടുള്ള വീഡിയോ ആയി വരുന്നത് വരേക്കും ബൈ, ടേക്ക് കെയർ.